വയോധികനെ വാഹനം ഇടിപ്പിച്ച ശേഷം നിർത്താതെ പോയ കേസിൽ പറച്ചല സിഐയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സി അനിൽകുമാർ ഓടിച്ച കാറിടിച്ചാണ് കിളിമാനൂർ സ്വദേശി രാജൻ മരിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. ആർ അനന്തകൃഷ്ണനുണ്ട്. അതിന് കിളിമാനൂരിൽ പുലർച്ചെയുണ്ടായ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവം മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. രതീഷ്, ഇത് അറസ്റ്റിന്റെ ആവശ്യമില്ല. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളാൻ തന്നെ കാരണം ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഈ മാസം 7-നായിരുന്നു പാറശാല SHO അനിൽകുമാർ ഓടിച്ചിരുന്ന മാരുതി കാർ ഇടിച്ച് വയോധികൻ രാജൻ മരിച്ചത്. ഈ ഇടിച്ച ശേഷം SHO നിർത്താതെ പോവുകയായിരുന്നു. പിന്നീട് കിളിമാനൂർ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് ഇത് പാറശാല SHOയുടെ വാഹനമാണ്, അദ്ദേഹം തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് പാറശാല SHOയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസ് എടുത്തതിന് ശേഷമാണ് പാറശാല SHO ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ കോടതി FIR അടക്കമുള്ള കേസ് വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിരീക്ഷിച്ചത് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതും ഒപ്പം തന്നെ ഫൈനും 2 തടവോ അല്ലെങ്കിൽ ഫൈനോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അനുഭവിക്കാവുന്ന കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല നിയമപരമായി എന്ന നിലപാടിലേക്ക് കോടതി എത്തി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.